ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്തൊരു മെത്തേഡാണ്. ഒരു ILP പ്രോബ്ലം അല്ലെങ്കിൽ MILP പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൻ്റെ പേര് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡ് എന്നാണ്. ഈ മെത്തേഡ് മെത്തേഡിൽ എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യലെന്ന് ഒരു എക്സാമ്പിൾ കൂടെ മനസ്സിലാക്കിയിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തതാണ് ഒരു ILP പ്രോബ്ലം കൺസിഡർ ചെയ്യുക. നമ്മൾ ആദ്യം പറഞ്ഞ ILP പ്രോബ്ലം maximize phi of x equal to 3x1 plus 4x2 subject to the constraints 2x1 plus 4x2 less than or equal to 13 minus 2x1 plus x2 less than or equal to 2, 2x1 plus 2x2 greater than or equal to 1, 6x1 minus 6x2 less than or equal to 15, x1 comma x2 greater than or equal to 0, x1 comma x2 are integers, x1 and x2 are integers. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു മിനിമൈസേഷൻ പ്രോബ്ലം, ആദ്യം നമുക്കൊരു പ്രോബ്ലം മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ അതേപോലെ തന്നെ എഴുതുക. മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ അതിനെ മിനിമൈസേഷൻ ആക്കുക ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ മിനിമൈസേഷൻ ആക്കുക. അപ്പോൾ നമ്മളെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. മിനിമൈസ് മൈനസ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് 3x1 മൈനസ് 4x2, പിന്നെ കൺസ്ട്രെയിൻസ് ഒക്കെ അതേപോലെ തന്നെ. ഇനി ഇപ്പോൾ ഞാൻ ഇപ്പോൾ എഴുതിയ ILP പ്രോബ്ലത്തിന് ഞാൻ സ്റ്റാർ എന്ന് വിളിച്ചാണ്. ആ സ്റ്റാറിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന LP പ്രോബ്ലം കൺസിഡർ ചെയ്യുക. അതായത് അതിലെ ഇൻറ്റീജർ കണ്ടീഷൻ x1 ആൻഡ് x2 ആർ ഇൻറ്റീജേഴ്സ് എന്ന് കൊടുത്ത കണ്ടീഷൻ ഒഴിവാക്കിയാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന LP പ്രോബ്ലം പറയാം. അതിനെ സോൾവ് ചെയ്യാം. ഇപ്പോൾ ഈ പ്രോബ്ലം 2 വേരിയബിൾസിലാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ 2ൽ കൂടുതൽ വേരിയബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിംപ്ലക്സ് മെത്തേഡൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. സ്റ്റാൻഡേർഡ് ഫോം കൺവേർട്ട് ചെയ്യുക, മറ്റ് സിംപ്ലക്സ് മെത്തേഡൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഈ പ്രോബ്ലം 2 വേരിയബിൾസിലാണ്. അതുകൊണ്ട് നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടും. x1 ഈക്വൽ ടു 7/2, x2 ഈക്വൽ ടു 3/2. അതിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ ILP പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ മൈനസ് 33/2 എന്ന് കിട്ടും. ഈ ഒപ്റ്റിമൽ ഓരോ സ്റ്റെപ്പിൽ കിട്ടുന്ന ഒപ്റ്റിമൽ വാല്യൂവിന് നമ്മൾ ലോവർ ബൗണ്ട് എന്ന് പറയും. ഇനി ഇപ്പോൾ നോക്കുക, നമുക്ക് കിട്ടിയ ഒപ്റ്റിമൽ സൊല്യൂഷനിൽ x1 x2 ഒക്കെ നമുക്ക് ഇൻറ്റീജേഴ്സ് ആയിട്ടാണ് വരേണ്ടത് ILP പ്രോബ്ലത്തിൽ. പക്ഷേ ഇപ്പോൾ കിട്ടിയത് നോൺ ഇൻറ്റീജേഴ്സ് ആയിട്ടാണ് വരേണ്ടത്. പക്ഷേ നോൺ ഇൻറ്റീജേഴ്സ് ആയിട്ടാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ ILP പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആവില്ല. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ILP പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുക. ഞാനൊരു ഡയഗ്രാം വരച്ചിട്ടുണ്ട് അതിൽ തന്നെ. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്ന LP പ്രോബ്ലത്തിന് ഞാൻ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് വിളിച്ച്, സ്റ്റാറിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലത്തിന് 1, അതാണ് ഞാൻ ആദ്യത്തെ സർക്കിൾ, ആ ഡയഗ്രത്തിൽ ആദ്യത്തെ സർക്കിൾ 1 എന്ന് എഴുതിയത്. അതിൽ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ x1 ഈക്വൽ ടു 7/2 എന്ന് കിട്ടി, x2 ഈക്വൽ ടു 3/2 എന്ന് കിട്ടി. അതിന് റെസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഒപ്റ്റിമൽ വാല്യൂ അല്ലെങ്കിൽ ലോവർ ബൗണ്ട് ഓഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മൈനസ് 33/2 എന്ന് കിട്ടി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ x1 x2 ഒന്നും ഇൻറ്റീജേഴ്സ് അല്ല. അപ്പോൾ നമ്മൾ ഒരു കൺസ്ട്രെയിനും കൂടെ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത LP പ്രോബ്ലത്തേക്ക് ആഡ് ചെയ്യും. x1 ഈക്വൽ ടു 7/2 എന്നാണ് കിട്ടിയത്. അതായത് 7/2 എന്ന് പറഞ്ഞാൽ 3.5. നമുക്ക് x1 ഇൻറ്റീജർ ആയിട്ടല്ല കിട്ടിയത്. അപ്പോൾ x1 റെസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരു കൺസ്ട്രെയിനും കൂടെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ആ കൺസ്ട്രെയിനും കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോബ്ലത്തിനെ 2 എന്ന് നമ്പർ ചെയ്യുക. അപ്പോൾ ഒരു കൺസ്ട്രെയിൻ എക്സ്ട്രാ വരും. 1ൽ നിന്ന് 1ത്തെ കൺസ്ട്രെയിൻക്ക് ഒരു കൺസ്ട്രെയിനും കൂടി ആഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലം x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, അല്ലെങ്കിൽ രണ്ടാമത്തെ ചോയ്സ് എന്താ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. x1 ഇപ്പോൾ കിട്ടിയ 3.5 ആണ്. നമുക്ക് കിട്ടേണ്ടത് ഒന്നില്ലെങ്കിൽ x1 ഇൻറ്റീജർ ആവണം എന്നാണ് നമ്മളെ കണ്ടീഷൻ. അപ്പോൾ x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3,
അല്ലെങ്കിൽ x1 > 4 ഏതെങ്കിലും ഒരു കണ്ടീഷൻ x1 സാറ്റിസ്ഫൈ ചെയ്തോണം. 3.5 ആവരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ പ്രോബ്ലത്തിനെ 2 പ്രോബ്ലമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. x1 < 3 എന്നുള്ള കൺസ്ട്രെയിന് 1 എന്നുള്ള പ്രോബ്ലത്തേക്ക് ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ x1 > 4 എന്നുള്ള കൺസ്ട്രെയിന് 1 എന്നുള്ള പ്രോബ്ലത്തേക്ക് ആഡ് ചെയ്തിട്ട് 2 പ്രോബ്ലമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ അതിലത്തെ ഒരു പ്രോബ്ലം x1 < 3 എന്നുള്ള കൺസ്ട്രെയിൻ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോബ്ലത്തിനെ ഞാൻ 2 എന്ന് വിളിച്ച്, x1 < 4 എന്നുള്ള കൺസ്ട്രെയിൻ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോബ്ലത്തിന് 3 എന്ന് കിട്ടും. അപ്പോൾ ഇനി ഈ പ്രോബ്ലം 2ഉം 3യും സോൾവ് ചെയ്യാം. ഓക്കെ, 1 എന്നുള്ള പ്രോബ്ലത്തിലുള്ള എല്ലാ കൺസ്ട്രെയിനും സാറ്റിസ്ഫൈ ചെയ്യണം. എക്സ്ട്രാ കൺസ്ട്രെയിനാണ് x1 < 3യും, പിന്നെ മൂന്നാമത്തെ പ്രോബ്ലത്തിൽ x1 < 4 എന്നുള്ള കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇനി ഈ 2 പ്രോബ്ലം ഇനി സോൾവ് ചെയ്യുക. അതിൽ മൂന്നാമത്തെ പ്രോബ്ലം ഇൻഫീസിബിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഗ്രാഫിക്കലി സോൾവ് ചെയ്യുക, കാരണം 2 വേരിയബിളുള്ള പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രോബ്ലം 3 സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻഫീസിബിളാണെന്ന് കിട്ടും. അപ്പോൾ അതിനെ അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. അതിനെ ട്രൂണ്ട് എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ട്രൂന്ന് ഇംഗ്ലീഷിൽ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരത്തിൻ്റെ ഒക്കെ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിനാണ് പ്രൂൺ എന്ന് പറയാം. അതിൻ്റെ പാസ്റ്റ് ടെൻസ് പ്രൂണ്ട് എന്ന് ഉപയോഗിക്കുക. അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ പ്രൂണ്ട് എന്ന് മാർക്ക് ചെയ്ത് വെച്ചത് നമുക്കിനി കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഇനി ഈ ബ്രാഞ്ച് മാത്രം കൺസിഡർ ചെയ്താൽ ഏത് പ്രോബ്ലം 2. നമ്മൾ ഒന്നാമത്തെ പ്രോബ്ലത്തിനെ 2 ബ്രാഞ്ചായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിലത്തെ ഒരു ബ്രാഞ്ച് നമ്മൾക്ക് ഇൻഫീസിബിളാന്ന് കിട്ടി. ആ ഇൻഫീസിബിളായിട്ടുള്ള ബ്രാഞ്ചിനെ പ്രൂണ്ട് എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതായത് ആ ബ്രാഞ്ചിനെ ഇനി കൺസിഡർ ചെയ്യേണ്ട. മറ്റേ ബ്രാഞ്ച് നോക്കുക, പ്രോബ്ലം 2 എന്നുള്ള ബ്രാഞ്ച്, അതിനെ സോൾവ് ചെയ്തെടുക്കുക. ഓക്കെ, ഒരു എക്സ്ട്രാ കൺസ്ട്രെയിനും കൂടെ ആഡ് ചെയ്താൽ മതി. x1 < 3 എന്നുള്ള കൺസ്ട്രെയിനും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ അത് നിങ്ങൾ ഗ്രാഫിക്കലി സോൾവ് ചെയ്യണം. ഞാൻ സോൾവ് ചെയ്തിട്ടില്ല, ഞാൻ ആൻസർ മാത്രമാണ് എഴുതിയത്. അത് നിങ്ങൾ സോൾവ് ചെയ്യുക. 2 വേരിയബിൾസ് ആണെങ്കിൽ ഗ്രാഫിക്കലി സോൾവ് ചെയ്യുക. മോർ ദാൻ 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സിംപ്ലക്സ് മെത്തേഡും ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡൊക്കെ അതിനനുസരിച്ച് ചെയ്യാം. ആ മെത്തേഡിലൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഇവിടെ 2 വേരിയബിളാണുള്ളത്, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഈ പ്രോബ്ലം 2ൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടും. x1 = 3, x2 = 7/4. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒപ്റ്റിമൽ വാല്യൂ -16. ഓക്കെ, -16 എന്ന് കിട്ടും. അതിനെ ലോവർ ബൗണ്ട്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ലോവർ ബൗണ്ടാണ്. പ്രോബ്ലം 2ലുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ലോവർ ബൗണ്ടാണ് -16. അപ്പോൾ ഇതിൽ നോക്കുക, x1 ഇൻറ്റീജർ ആയിട്ടുണ്ട്, പക്ഷേ x2 ഇൻറ്റീജർ അല്ല. ഓക്കെ, അപ്പോൾ x2നെ സ്പ്ലിറ്റ് ചെയ്യുക. x2 വെച്ചിട്ട് ഈ പ്രോബ്ലം 2നെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. 2 ബ്രാഞ്ചായിട്ട് കൊടുക്കുക. അതിൽ 7/4 എന്ന് പറഞ്ഞാൽ 2.75 ഒക്കെ ആയിരിക്കും. 2.75 അല്ല, 1.75 ആയിരിക്കും. ഓക്കെ, 1.75 കിട്ടും. അതിൽ അപ്പോൾ നമ്മൾ പ്രോബ്ലം 2ലേക്ക് ഒരു കൺസ്ട്രെയിന്, പ്രോബ്ലം 2ലേക്ക് x2 വെച്ചിട്ട് ഒരു കൺസ്ട്രെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. x2 < 1 എന്ന് വെച്ചിട്ട് ഒരു കൺസ്ട്രെയിൻ, അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം x2 < 2, കാരണം x2ൻ്റെ തൊട്ട് മുന്നത്തെ 2ൽ കിട്ടിയ വാല്യൂ 7/4 1.75 ആണ്. അത് x2ന് പോസിബിൾ അല്ല ILP പ്രോബ്ലത്തിൽ. അപ്പോൾ x2ന് പോസിബിൾ ആയിട്ടുള്ള ഇൻറ്റീജേഴ്സ് നോക്കുക. x2 1.75 കിട്ടിയാൽ 1.75ൻ്റെ തൊട്ട് താഴെയുള്ള ഇൻറ്റീജർ 1, തൊട്ട് മുകളിലുള്ള ഇൻറ്റീജർ 2, അത് വെച്ചിട്ട് 2 കൺസ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ x2 < 1 എന്നുള്ള കൺസ്ട്രെയിന് പ്രോബ്ലം 2ലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പ്രോബ്ലം 2ൽ ഓൾറെഡി x1 < 3 എന്നുള്ള കൺസ്ട്രെയിൻ ഉണ്ട്. അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം അതിനെ
സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫിക്കലി സോൾവ് ചെയ്യുക, രണ്ട് വേരിയബിളാണ്. ഗ്രാഫിക്കലി സോൾവ് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടിൽ കൂടുതൽ വേരിയബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മെത്തേഡ് മാറ്റും. അപ്പോൾ x1 = 3, x2 = 1 എന്നുള്ള ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനാണ് കിട്ടിയത്. അതിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ -13 എന്ന് കിട്ടി. അപ്പോൾ ഇപ്പോൾ കിട്ടിയ സൊല്യൂഷൻ ഇൻറ്റിജർ സൊല്യൂഷനാണ്. x1 3ഉം x2 1ഉം ആണ്. അതിനെ ഫാതോംഡ് എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ കിട്ടിയ സൊല്യൂഷൻ ഇൻറ്റിജർ സൊല്യൂഷനാണ്. അത് 1ൻ്റെ ഒപ്റ്റിമൽ 1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ILP പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷനാണോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾക്ക് ഫാതോംഡ് ആയിട്ടൊരു ബ്രാഞ്ച് കിട്ടി. ഇനി രണ്ടാമത്തെ ബ്രാഞ്ചിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണാം. രണ്ടാമത്തെ ബ്രാഞ്ച് പറഞ്ഞാൽ പ്രോബ്ലം 5, x < 3. അത് സെക്കൻഡ് പ്രോബ്ലത്തിലുള്ള കണ്ടീഷനാണ്. അതിൽ രണ്ടാമത്തെ കണ്ടീഷൻ x1 < 3, x2 > 2. x2 > 2 എന്നുള്ള കണ്ടീഷൻ പ്രോബ്ലം 2ൽ ആഡ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു പ്രോബ്ലം കിട്ടും 5. അതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണുമ്പോൾ x1 5/2, x2 2 സോൾവ് ചെയ്തെടുക്കണേ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ -31/2 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഫാതോംഡ് എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രാഞ്ചിൽ -13 ആണ് വരുന്നത് ഒപ്റ്റിമം വാല്യൂ അല്ലെങ്കിൽ ലോവർ ബൗണ്ട്. ഇവിടെ LB -31/2. -31/2 എന്ന് പറഞ്ഞാൽ -15.5 -15.5. അത് ഈ -13നേക്കാളും ചെറുതായതുകൊണ്ട് അത് ഇപ്പോൾ കിട്ടിയ ബ്രാഞ്ചിലുള്ള വാല്യൂ ഒപ്റ്റിമം വാല്യൂ ഒന്നില്ലെങ്കിൽ അവിടെ ബ്രാഞ്ച് കട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഒപ്റ്റിമം വാല്യൂ ഇവിടുത്തെ ഒപ്റ്റിമം വാല്യൂവിനേക്കാളും നമ്മൾ ഫാതോംഡ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒപ്റ്റിമം വാല്യൂവിനേക്കാളും വലുതായാലും നമുക്ക് അവിടെ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുക. പക്ഷേ ഈ കേസിൽ നമുക്ക് പ്രോബ്ലം 4നേക്കാളും ഒപ്റ്റിമൽ വാല്യൂ പ്രോബ്ലം 5ൻ്റെ ഒപ്റ്റിമൽ വാല്യൂവിനേക്കാളും വലുതാണ്. അതുകൊണ്ട് ഇനി ഒരു ബ്രാഞ്ച് നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് ഇപ്പോൾ പ്രോബ്ലം 5നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. കാരണം അവിടെ x1 ഇൻറ്റിജർ അല്ല, x1 അവിടെ 5/2 വരുന്നുണ്ട്. 5/2 എന്ന് പറഞ്ഞാൽ 2.5. അപ്പോൾ നമ്മൾ x1നെ വെച്ചിട്ട് രണ്ട് ബ്രാഞ്ച് ആക്കിയിട്ട് ആ പ്രോബ്ലത്തിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ 2.5 എന്ന് പറഞ്ഞാൽ x1 < 2 എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ടൊരു പ്രോബ്ലം ഉണ്ടാവും. പിന്നെ x1 < 3 എന്ന് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഇനി 5ൽ നമ്മൾ x1 < 3 എന്നുള്ള കണ്ടീഷൻ മാറ്റിയിട്ട് x1 < 3, x1 അല്ല, ആ 5ൽക്കൊരു കണ്ടീഷനും കൂടി ആഡ് ചെയ്താൽ മതി. x1 < 3, x എന്നുള്ളത് ആഡ് ചെയ്തിട്ട് ഒരു 6 എന്നുള്ള പ്രോബ്ലം കിട്ടും. അത് ഇൻഫീസിബിൾ ആയിരിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രോബ്ലം x1 < 2, ആ കണ്ടീഷൻ 5ക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് പുതിയൊരു പ്രോബ്ലം കിട്ടും. അതിനെ പ്രോബ്ലം 7 എന്ന് കൊടുക്കുക. ആ പ്രോബ്ലം 7നെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ x1 = 2, x2 = 9/4 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഒപ്റ്റിമൽ വാല്യൂ -15 എന്ന് വരും. ഓക്കെ, ഇവിടെ ഒന്ന് ഇൻഫീസിബിളാണ്, ഒരു ബ്രാഞ്ച് ഇൻഫീസിബിളാണ്. അതിനെ ഇൻഫീസിബിളായിട്ട് തന്നെ ഇനി കൺസിഡർ ചെയ്യേണ്ട, അതുകൊണ്ട് പ്രൂവ്ഡ് എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി ഫീസിബിളായിട്ട് വരുന്ന ആ ബ്രാഞ്ചസ് പ്രോബ്ലം 7ന് ഇനി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. കാരണം ഇവിടെ x2 9/4 കിട്ടിയാണ്, അത് ഇൻറ്റീജർ അല്ല. അപ്പോൾ ഇനി x2 വെച്ചിട്ട് ആ പ്രോബ്ലത്തിന് സ്പ്ലിറ്റ് ചെയ്യുക. 9/4 9ൻ്റെ ഹാഫ് 4.5, അതിൻ്റെ ഹാഫ് 2.25. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻ
സെവൻ പ്രോബ്ലം കൺസിഡർ ചെയ്യുക. അതിൽക്ക് ഒരു കണ്ടീഷൻ x2 <2 എന്നുള്ള കണ്ടീഷൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പുതിയൊരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അതിനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടും. x1 = 2, x2 = 2, LB ലോവർ, അതായത് ഒപ്റ്റിമൽ വാല്യൂ -14 എന്ന് കിട്ടും. അവിടെ നോക്കുക, അതിലെ x1 x2 ഇൻറ്റീജേഴ്സ് ആണ്, അതുകൊണ്ട് അവനെ ഫാതോംഡ് എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ മാർക്ക് ചെയ്യുക. ഇനി അതിനൊന്നും ചെയ്യേണ്ട. ഇനി രണ്ടാമത്തെ ബ്രാഞ്ച്, പ്രോബ്ലം 7ൻ്റെ രണ്ടാമത്തെ ബ്രാഞ്ച് നോക്കുക. അവിടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന കണ്ടീഷൻ x2 ≥ 3 ആണ്. അവിടെ നോക്കുക, അതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണുമ്പോൾ x1 = 1/2 എന്ന് കിട്ടും, x2 = 3 എന്ന് കിട്ടും. ഒപ്റ്റിമൽ വാല്യൂ -27/2. ഓക്കെ. ഇനി അവിടെ നമുക്ക് ആ ബ്രാഞ്ചിനെ കട്ട് ചെയ്യുക. കാരണം ഈ 7നെ 2 ബ്രാഞ്ച് ആക്കിയതിൽ ഒരു ബ്രാഞ്ച് ഫാതോംഡാണ്, മറ്റേ ബ്രാഞ്ച് ഫീസിബിളാണ്. പക്ഷേ ഈ പ്രോബ്ലം 8ൻ്റെ ഫാതോംഡ് എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ -14 ആണ്. പക്ഷേ പ്രോബ്ലം 9ൻ്റെ, അതായത് രണ്ടാമത്തെ ബ്രാഞ്ചിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ -27/2 ആണ്. അതായത് ഏകദേശമല്ല, 27/2 -13.5 എന്ന് വരും. അത് പ്രോബ്ലം 8ൻ്റെ ഒപ്റ്റിമൽ വാല്യൂവിനേക്കാളും വലുതാണ്. അപ്പോൾ നമ്മൾക്ക് അവിടെ നിർത്താം. അതിനെ പ്രൂൺഡ് എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇനി ബ്രാഞ്ച് ആക്കാനൊന്നുമില്ല. അപ്പോൾ ഇനി നോക്കാനുള്ളത് നമ്മൾ ഫാതോംഡ് എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കുക. അതിൽ ഒപ്റ്റിമൽ വാല്യൂ മിനിമം വരുന്നത് ഏത് പ്രോബ്ലത്തിലാണ് നോക്കുക. ഈ പ്രോബ്ലത്തിലാണെങ്കിൽ 2 പ്രോബ്ലത്തിനാണ് നമ്മൾ ഫാതോംഡ് എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് പ്രോബ്ലം 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബ്ലം 7ലും പ്രോബ്ലം 4ലും പ്രോബ്ലം 8ലുമാണ്. അതിൽ ഒപ്റ്റിമൽ വാല്യൂ ഏറ്റവും ചെറുതായിട്ട് വരുന്നത്, ലീസ്റ്റായിട്ട് വരുന്നത് പ്രോബ്ലം 8ലാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ILP. അതാണ് അവിടെ ഞാൻ ഒപ്റ്റിമൽ എന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദി ILP, നമ്മൾ ആദ്യം ചെയ്ത ILPൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ x1 = 2, x2 = 2 ആയിരിക്കും. ഒപ്റ്റിമൽ വാല്യൂ ഇവിടെ നമ്മൾ മിനിമൈസേഷൻ ആക്കിയാണ്. അതായത് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത് -5 മിനിമം വാല്യൂ ആണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടേണ്ടത് മാക്സിമം ഓഫ് 5 ആണ്. അപ്പോൾ -14ൻ്റെ മൈനസ് ആയിരിക്കും, അതായത് 14 ആയിരിക്കും നമ്മുടെ ILP പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ. ഒപ്റ്റിമൽ സൊല്യൂഷൻ x1 = 2, x2 = 2. അല്ലെങ്കിൽ നമ്മൾ x1 = 2, x2 = 2 എന്നുള്ളത് നമ്മൾക്ക് തന്ന ILP പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും നമ്മൾക്ക് 14 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഓക്കെ, ഇതേപോലെ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക. ഒരു എക്സസൈസ് തന്നിട്ടുണ്ട്. മിനിമൈസ് f of x = 3x4 + 4x5 + 5x6 സബ്ജക്റ്റ് ടു 2x1 + 2x4 - 4x5 + 2x6 = 3, 2x2 + 4x2 + 2x5 - 2x6 = 5, x3 - x4 + x5 + x6 = 4. x's are greater than or equal to 0 and x1 and x2 are integers. x1ഉം x2 മാത്രം ഇൻറ്റീജേഴ്സ് ആയാൽ മതി. അതായത് ഇപ്പോൾ തന്ന പ്രോബ്ലം MILP പ്രോബ്ലമാണ്, അതിനെ സോൾവ് ചെയ്യണം. ഇതേ സെയിം മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് മിക്കവാറും സിംപ്ലക്സ് ടേബിളൊക്കെ വെച്ചിട്ട് സോൾവ് ചെയ്തെടുക്കേണ്ടി വരും ഓരോ സ്റ്റെപ്പും. ആദ്യം നിങ്ങൾ ഫസ്റ്റ് പ്രോബ്ലമായിട്ട് ഈ പ്രോബ്ലത്തിനെ തന്നെ കൺസിഡർ ചെയ്യുക. അതിൻ്റെ സൊല്യൂഷൻ കാണുക. എന്നിട്ട് x1ഉം x2 ആ സൊല്യൂഷനിൽ ഇൻറ്റീജർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇൻറ്റീജർ അല്ലെങ്കിൽ